ഹലോ, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. SCERT 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 1 പാഠപുസ്തകത്തിലെ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കുക. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം ശ്രദ്ധിക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തി. നമുക്കറിയാം, വാസ്കോ ഡി ഗാമ കേരളത്തിലെത്തുന്നത് 1498 അദ്ദേഹം ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു. അദ്ദേഹം എത്തിയത് 15ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ശരിയാണ്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ്, 1498 വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയത് അല്ലെങ്കിൽ കേരളത്തിലെത്തിയത്. വാസ്കോ ഡി ഗാമ എത്തുന്ന സമയത്ത് ഇവിടെ അറബികളും ചൈനക്കാരും വ്യാപാരം നടത്തിയിരുന്നു. അറബികളുടെയും ചൈനക്കാരുടെയും ഈ വ്യാപാര കുത്തക അവസാനിപ്പിക്കേണ്ടത് പോർച്ചുഗീസുകാരുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ശരിയാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോട് സാമൂതിരിയോട് ചെന്ന് ആവശ്യപ്പെട്ടു ഈ അറബികളെയൊക്കെ ഒന്ന് പുറത്താക്കി തരണമെന്ന്. കോഴിക്കോട് സാമൂതിരി അത് കേട്ടില്ല. ഇത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോദ്യത്തിലെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന്. അപ്പോൾ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു. കോഴിക്കോട് സാമൂതിരിക്ക് പ്രബലമായ ഒരു നാവികപ്പട ഉണ്ടായിരുന്നു. ഇതിൻ്റെ തലവന്മാർ കുഞ്ഞാലി മരക്കാർമാർ എന്നറിയപ്പെട്ടു. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയൻ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഇതിൻ്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ എന്ന് നമ്മൾ കണ്ടല്ലോ. ഇനി ഇവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. ഇവിടെ ചോദ്യം കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ എ, പുതുപ്പണം കോട്ട. പോർച്ചുഗീസുകാരെ പിന്തുടർന്ന് കേരളത്തിലെത്തിയ വിദേശികളാണ് ഡച്ചുകാർ. ഇവർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചിരുന്നു. കേരളത്തിലെ ഇവരുടെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ യുദ്ധം ആണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഡച്ചുകാർക്ക് കേരളം വിട്ട് പോകേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കാം. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ നോക്കാം. പ്രസ്താവന 1, കേരളം പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ മോഹം അവസാനിപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. തീർച്ചയായും ഈ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ശക്തമായ ആഘാതമാണ് കുളച്ചൽ യുദ്ധം. പിന്നീടൊരിക്കലും അവർ അതിൽ നിന്ന് മുക്തി നേടിയില്ല. ഇതും ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 4 യൂറോപ്യൻ ശക്തികളാണ് കോളനി മോഹവുമായി ഇന്ത്യയിലെത്തിയത്. എന്നാൽ അവരിൽ വിജയം കൈവരിച്ചത് ബ്രിട്ടൻ മാത്രമാണ്, ഇംഗ്ലണ്ട് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിക്കാം. ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്താൻ സഹായിച്ച കാര്യങ്ങൾ. ഓപ്ഷൻ എ, 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. ഈ പ്രസ്താവന ശരിയാണ്. അതിനുശേഷം അവർ ഗോവയിലോട്ടും ദമാൻ ദിയുവിലോട്ടുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്ഷൻ ബി, 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു.
അതും ശരിയാണ്. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും കൂടാതെ ഫ്രഞ്ചുകാരും ഇന്ത്യയിലെത്തിയിരുന്നു. എന്നാൽ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ ഈ ഇംഗ്ലണ്ടുകാർ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചു. അതാണ് ഓപ്ഷൻ സി. കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചു. അതോടുകൂടി ഫ്രഞ്ചുകാരുടെ ശല്യവും ബ്രിട്ടീഷുകാർക്ക് ഇല്ലാതായി. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കാരണങ്ങളാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രമായി മാറിയ സ്ഥലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. ഈ അഞ്ചുതെങ്ങിൻ്റെ അധികാരം പണ്ട് ആറ്റിങ്ങൽ റാണിയുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ ആറ്റിങ്ങൽ റാണിയെ ചെന്ന് കണ്ട് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി ഈ കോട്ട മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരിക്കൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഈ യൂറോപ്യൻ അധിനിവേശമൊക്കെ തുടങ്ങുന്ന സമയത്തെ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളം ആയിരുന്നില്ല. അത് 3ആയിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെയായിരുന്നു ആ 3 മേഖലകൾ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജാക്കന്മാരായിരുന്നു. മലബാർ എന്ന് പറയുന്നത് മദ്രാസിൻ്റെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ 3 മേഖലകളിലും അധികാരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്തന്മാരും വഴിയും ബ്രിട്ടീഷുകാർ ഭരണം സ്ഥാപിച്ചു. ഇത് സാധിച്ചത് എങ്ങനെയാണ്? ഓരോ ഓപ്ഷനായി നോക്കാം. ഓപ്ഷൻ എ, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അത് ശരിയാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ് 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവച്ചത്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി, 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. അതും ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് ഓൾസോ ട്രൂ. ഓപ്ഷൻ സി, 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണം അംഗീകരിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കപ്പെടുവാൻ കാരണമായിട്ടുണ്ട്. ഇങ്ങനെയാണ് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നത്. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഹിസ്റ്ററി ഓഫ് കേരള ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി, സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചു. പിന്നീട് എവിടേക്കാണ് അവർ പാണ്ഡികശാലകൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ, വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 10 ചോദ്യങ്ങളും ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ തുടരുന്നതാണ്. SCERT, NCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.